പത്തനംതിട്ട പെരുന്നാട്ടിലെ CITU പ്രവർത്തകന്റെ കൊലപാതകത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊലയ്ക്കു പിന്നിൽ BJP RSS പ്രവർത്തകരെന്നും അക്രമം ആസൂത്രിതമെന്നും CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ആരോപിച്ചു. ഇന്നലെ രാത്രിയാണ് CITU പ്രവർത്തകൻ ജിതിൻ കൊല്ലപ്പെട്ടത്. പെരുന്നാട് മടത്തുംമൊഴിയിൽ ഇന്ന് വൈകിട്ട് DYFI പ്രവർത്തകരായിട്ടുള്ള മരിച്ച ജിതിനടക്കമുള്ള ആളുകൾ അവരുമായി BJP RSS പ്രവർത്തകരാണ് വാക്ക് തർക്കത്തിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടത്. അതിനെ തുടർന്നാണ് ജിതിനെ വെട്ടി പരിക്കേൽപ്പിച്ചത്. ആഴത്തിലുള്ള മുറിവാണ്. ഇതിനെ തുടർന്നാണ് ജിതിൻ മരണത്തിന് കീഴടങ്ങിയത്. CK അഭിലാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. അഭിലാൽ, CITU പ്രവർത്തകന്റെ ഈ കൊലപാതകം അത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്നാണ് CPM പറഞ്ഞു വെക്കുന്നത്. എന്താണ് പോലീസിന്റെ വിശദീകരണം? ഇന്നലെ രാത്രി 10:20 അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതിക്കായി തിരച്ചിൽ തുടരുകയാണ്. അതേസമയം ആ സംഘത്തിൽപ്പെട്ട 3 പേരെ പെരുന്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അത് അന്വേഷണത്തെ ബാധിക്കുമെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാകാം ഈ വിവരങ്ങൾ പോലീസ് രഹസ്യമായി സൂക്ഷിക്കുന്നത്. പത്തനംതിട്ട പെരുന്നാട്ടിലെ CITU പ്രവർത്തകന്റെ കൊലപാതകത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് ആരൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ പോലീസ് നിലവിൽ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് BJP RSS പ്രവർത്തകരാണ് എന്ന് തറപ്പിച്ചു പറയുകയാണ് CPM. ഈ അക്രമം ആസൂത്രിതമാണ് എന്നും CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ആരോപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് കുറച്ചു നേരം മുമ്പ് നമ്മൾ കേട്ടത്. ഇന്നലെ രാത്രിയാണ് CITU പ്രവർത്തകൻ ജിതിൻ കൊല്ലപ്പെട്ടത്. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നുള്ള ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. അഭിലാൽ തുടരുന്നുണ്ട്. അഭിലാൽ, പറഞ്ഞോളൂ. അതേസമയം CPM ജില്ലാ നേതൃത്വം ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആസൂത്രിതമായ നീക്കം ഉണ്ടായിട്ടുണ്ടെന്നും പ്രതികൾ BJP RSS പ്രവർത്തകരാണ് എന്നുള്ള ഒരു ആരോപണം CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഉന്നയിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട ജിതിന്റെ മൃതശരീരം പത്തനംതിട്ട ജനറൽ ആശുപത്രി മോർച്ചറിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇൻക്വസ്റ്റും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം ഉച്ചയ്ക്ക് ശേഷം പൂർത്തിയാക്കി പാർട്ടി പ്രവർത്തകരും ബന്ധുക്കളും മൃതശരീരം ഏറ്റുവാങ്ങും. ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരമാണ് കഴിഞ്ഞ രാത്രി 10:20 പെരുന്നാട് മടത്തുംമൊഴിയിലാണ് അക്രമം ഉണ്ടായത്. യുവാക്കളുടെ സംഘങ്ങൾ തമ്മിൽ ഉണ്ടായ തർക്കവും കയ്യാങ്കളിയും കത്തിക്കുത്തിൽ എത്തുകയും കൊലപാതകം ഉണ്ടാവുകയുമാണ് ചെയ്തത്. പെരുന്നാട് ആശുപത്രിയിലാണ് ജിതിനെ ആദ്യം പ്രവേശിപ്പിച്ചത്. അവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന വഴി മരണം സംഭവിച്ചു എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ബൈക്കിന്റെ ലൈറ്റ് ഡിം ചെയ്യാതിരുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രതികളും ജിതിനും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായതായും പോലീസിൽ നിന്ന് നമുക്ക് അനൌദ്യോഗികമായി ചില വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. കൊലപാതകത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ മാത്രമേ ബോധ്യപ്പെടുകയുള്ളൂ. ഓക്കെ അഭിലാൽ, ഇന്നലെ കൊല്ലപ്പെട്ട CITU പ്രവർത്തകൻ ജിതിന്റെ കൊലപാതകത്തിൽ ഇപ്പോൾ 3 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് പോലീസ്. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നുള്ള ആരോപണങ്ങളിലേക്ക് CPM കടക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.